പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അവസാനിച്ചു. ഭരണ പ്രതിപക്ഷം നല്ല ഏകോപനത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ പരിഗണിക്കുമെന്നും കിരൺ റിജിജു പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ, മണിപ്പൂർ സംഘർഷം, വിദേശ നയമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, യോഗം അവസാനിച്ചു അല്ലേ? അമൃത, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുൻപേയുള്ള സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുകയാണ്. കൃത്യമായി പ്രതിപക്ഷം അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണം, അതുപോലെ തന്നെ ബീഹാറിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ ചർച്ച വേണമെന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഏതായാലും പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ പരിഗണിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷം ഏകോപനത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചതായി കിരൺ റിജിജു വ്യക്തമാക്കുന്നു. പക്ഷേ പ്രധാനമായും ഈ യോഗത്തിന് ശേഷം ജോൺ ബ്രിട്ടാസ് എം പി അടക്കം പ്രതികരിച്ചത് കഴിഞ്ഞ തവണ സർവകക്ഷി യോഗം നടന്നപ്പോഴും കൃത്യമായി ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ്. പക്ഷേ അത്തരം ഒരു ചർച്ചകളൊന്നും അന്ന് നടന്നിരുന്നില്ല. എന്തായാലും നാളെ വർഷകാല സമ്മേളനത്തിൽ ശക്തമായ വിഷയങ്ങൾ ഉന്നയിക്കുമെന്ന് തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. അമൃത. ശരി.